പിശാചികളുടെ ശാപത്താൽ ജയവിജയന്മാർ ഭൂമിയിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി അവതരിക്കുന്നു. ഭൂമിദേവിയെ വീണ്ടെടുക്കാനായി ഹിരണ്യാക്ഷനെ വധിച്ച ഭഗവാനോട് ഹിരണ്യകശിപുവിന് കടുത്ത വിദ്വേഷമുണ്ടാകുന്നു. ഭഗവാനെയും ഭഗവത് ഭക്തന്മാരെയും ഒന്നടങ്കം നിഗ്രഹിക്കാനായി ഹിരണ്യകശിപു മന്ദര പർവ്വതത്തിലേക്ക് തപസ്സിനായി പുറപ്പെടുന്നു. ആ അസുര ചക്രവർത്തി തൻ്റെ കഠിന തപസ്സിനാൽ ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളു വത്സ. ബ്രഹ്മദേവ, അവിടെ നിന്ന് നമ്മുടെ തപസ്സിൽ സംപ്രീതനായെങ്കിൽ എനിക്ക് ദയവായി അമരത്വം പ്രദാനം ചെയ്താൽ. അമരത്വമോ? അതേ പ്രഭു, അമരത്വം, മരണമില്ലാത്ത അവസ്ഥ. വത്സ, നീ ഒന്ന് ഓർത്തുകൊള്ളുക, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എന്റെ സൃഷ്ടിയിൽ എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ്. എന്തിന്, നമുക്ക് പോലും മരണമുണ്ട്. അതിനാൽ നിനക്ക് അമരത്വം വേണമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തിയാലും, അതല്ലാതെ വേറെ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളു വത്സ. പ്രഭു, അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു വരം നൽകിയാലും. ചോദിച്ചുകൊള്ളു. നമ്മുടെ മരണം ദേവന്മാരാലോ അസുരന്മാരാലോ മനുഷ്യരാലോ മൃഗങ്ങളാലോ അങ്ങയുടെ സൃഷ്ടിയിലുള്ള മറ്റൊരു ജീവജാലങ്ങളെ കൊണ്ടും ആകരുത്. ഞാൻ രാത്രിയിലോ പകലോ ഭൂമിയിലോ ആകാശത്തോ അകത്തോ പുറത്തോ വെച്ച് മരണപ്പെടരുത്. എന്നെ യാതൊരുവിധ ആയുധങ്ങൾ കൊണ്ടും ആരും മതിക്കരുത്. ദയവായി നമുക്ക് ഈ വരം ദാനം ചെയ്താലും പ്രഭു. വത്സ, നീ കഠിന തപസ് ചെയ്തുകൊണ്ട് അതികഠിനകരമായ വരം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ഇത് നൽകുന്നതാണ്. തഥാസ്തു. ഓം ബ്രഹ്മദേവായ നമഃ. ബ്രഹ്മദേവ് കി ജയ് ഹോ. ഈ പോയ ഹിരണ്യകശിപു അതിബുദ്ധിശാലിയും അതിസൂത്രശാലിയുമാണ്. ശുക്രാചാര്യരെ, നാം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വരങ്ങൾ നേടിയവരും അവിടുന്ന് അറിഞ്ഞിരിക്കുമല്ലോ. നാം ഇന്ന് ത്രിലോകങ്ങൾക്കും നാഥനാണ്. 3 ലോകങ്ങളും നമ്മുടെ ചെൽപ്പടിക്കാണ്. അതിനാൽ ഇന്നു മുതൽ എല്ലാവരും നമ്മുടെ നാമം ജപിക്കട്ടെ. ഓം നാരായണായ നമഃ, വാസുദേവായ എന്നീ പഴഞ്ചൻ നാമങ്ങൾക്ക് പകരം ഓം ഹിരണ്യായ നമഃ എന്നെല്ലാവരും ജപിക്കട്ടെ. സന്ധ്യാവേളകളിലും പൂജാതി കർമ്മങ്ങളിലും നമ്മുടെ നാമം മാത്രമേ ഇനി ഉരുവിടാൻ പാടുള്ളൂ. രാജൻ, അങ്ങയുടെ കൽപ്പന. അഥവാ ആരെങ്കിലും നമ്മുടെ കൽപ്പന ധിക്കരിച്ച് നാരായണ മന്ത്രം ചൊല്ലിയാൽ അവരുടെ നാവുകൾ പിഴുതുകളയൂ. നമ്മുടെ ബദ്ധശത്രുവായ വിഷ്ണുവിന്റെ ആരാധന നടത്തുന്നവരെ ശിരച്ഛേദം നടത്തൂ. ഇത് നമ്മുടെ കൽപ്പനയാണ്. ഹേ രാജൻ, അങ്ങയുടെ കൽപ്പന ഇപ്പോൾ തന്നെ നാം പ്രജകളെ ഒട്ടാകെ അറിയിക്കുന്നതാണ്. അങ്ങനെ ആവട്ടെ. ഹേ വാദ്യഘോഷക്കാരെ, ഹേ ഭടന്മാരെ, മഹാരാജാവ് ഹിരണ്യകശിപുവിന്റെ കൽപ്പന പ്രജകളെ ഒട്ടാകെ അറിയിച്ചാലും ഇന്നു മുതൽ ത്രിലോകങ്ങൾക്കും ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ, ഭഗവാൻ ഹിരണ്യകശിപു. അദ്ദേഹത്തിന്റെ തിരുനാമം മാത്രമേ ഇന്ന് ജപിക്കാൻ പാടുകയുള്ളൂ. ആരെല്ലാമാണോ നാരായണ നാമം ജപിക്കുന്നത് അവരുടെ നാവ് ഇപ്പോഴെഴുതറിയുക. ഉത്തരം. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. രാജകൽപ്പന എന്തെന്നാൽ ഇന്നു മുതൽ സകലമാന ജനങ്ങളും അസുര ചക്രവർത്തിയായ ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ നാമത്താൽ മാത്രം ജപിക്കാവൂ. വിഷ്ണു ആരാധന പാടെ മറന്നിരിക്കുന്നു. ആരും നാരായണനാമം ജപിക്കരുത്. സ്വപ്നത്തിൽ പോലും
നാരായണനാമം ജപിക്കരുത്. രാജകൽപ്പന ലംഘിക്കുന്നവർക്ക് വധശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഓം ഹിരണ്യായ നമഃ. ഹിരണ്യകശിപുവിൻ്റെ ഏകപുത്രനായ പ്രഹ്ലാദൻ ഗുണനിധിയും ഭാഗവതോത്തമനുമായ ഒരു ബാലനായിരുന്നു. പിതാവായ ഹിരണ്യകശിപുവിൻ്റെ ആസുര സ്വഭാവമോ അഹങ്കാരമോ അവനെ തെല്ലും ബാധിച്ചിരുന്നില്ല. മകനെ ഒരു നല്ല അസുര പ്രമാണിയാക്കണമെന്ന് കരുതി ശുക്രാചാര്യരുടെ ഗുരുകുലത്തിലേക്ക് വിദ്യാഭ്യാസാർത്ഥം പ്രഹ്ലാദനെ ഹിരണ്യകശിപു അയക്കുകയാണ്. ശിഷ്യന്മാരെ, നാം നിങ്ങൾക്ക് ആയുധവിദ്യയും മായാജാല വിദ്യകളും എല്ലാം പഠിപ്പിച്ചു തന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എന്നാൽ നാം നിങ്ങൾക്ക് ഇന്ന് ഈശ്വരാരാധനയെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. ഈശ്വരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? രാജാതിരാജനും വില്ലാളി വീരനും അസുര ചക്രവർത്തിയുമായ ഹിരണ്യകശിപുവാണ് 3 ലോകങ്ങളിലെയും ഒരേ ഒരു ഈശ്വരൻ. അതിനാൽ നാം ഇന്നു മുതൽ അദ്ദേഹത്തിന്റെ നാമങ്ങളാണ് ചൊല്ലേണ്ടത് എന്നാണ് രാജകൽപ്പന. എല്ലാവരും എന്നോടൊപ്പം ചൊല്ലൂ. ഓം ഹിരണ്യായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഇവിടെ ഷണ്ഡനും അമരനും നാം രാജകൊട്ടാരം വരെ പോവുകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് രാജകുമാരൻ പ്രഹ്ലാദൻ. ബാലന്മാരെ, നമുക്ക് ഇന്നത്തെ അധ്യയനം ആരംഭിക്കാലോ? എല്ലാവരും സുഖം തന്നെയാണല്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചോ? നമുക്ക് ഒരുമിച്ച് ഭഗവാൻ ഹിരണ്യ കശുവിന്റെ നാമം ജപിക്കാം. ഞങ്ങൾ ചൊല്ലിത്തരുന്നത് നിങ്ങൾ പറയാം. ഒരു മിനിറ്റ് ബാലന്മാരെ, നമുക്ക് ഇന്നത്തെ അധ്യയനം ആരംഭിക്കാമല്ലോ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കൾക്ക്? അപ്പൊ നമ്മള് ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ നാമമാണ് ജപിക്കാൻ പോകുന്നത്, അത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഏറ്റു ചൊല്ലണം. നന്നായി നടക്കുന്നു ഗുരു. ത്രിലോകങ്ങളുടെ നാഥനായ ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ നാമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഏറ്റു ചൊല്ലണം. ഓം ഹിരണ്യായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. പ്രഹ്ലാദ, ഞങ്ങൾ എന്താ പഠിപ്പിച്ചു തന്നത്? ഓം ഹിരണ്യായ നമഃ എന്നല്ലേ ഞങ്ങൾ പഠിപ്പിച്ചു തന്നല്ലേ പറയാൻ പറഞ്ഞത്? ശ്രദ്ധ എവിടെയാ? തെറ്റാതെ പറയണം. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. പ്രഹ്ലാദ, നീ വീണ്ടും തെറ്റിച്ചാണല്ലോ നാമം ചൊല്ലുന്നത്. ജപിക്കൂ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. പ്രഹ്ലാദ, ഇനി തെറ്റിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. ശരിക്കും പറയാൻ പറഞ്ഞില്ലേ? ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. അമർക്ക, ആ വടിയും തരും. നീ അടി കിട്ടിയെങ്കിലേ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ നാമം ജപിക്കൊണ്ട് പോകുന്നുണ്ട്. അനുസരിച്ചോടെ പറഞ്ഞനുസരിക്കണം കേട്ടോ, അല്ലെങ്കിൽ രണ്ടരം കിട്ടും. ജപിക്കൂ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. പ്രഹ്ലാദനെ അടിക്കണ്ട, നമുക്ക് അടിക്കാതെ തന്നെ പ്രഹ്ലാദനെ ഒന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കാം. പ്രഹ്ലാദ, ഗുരുവിന്റെ ആജ്ഞയാണ്, നിർബന്ധമായും ഹിരണ്യായ നമഃ മാത്രമേ ചൊല്ലാവൂ. ഹിരണ്യായ മന്ത്രം മാത്രമേ ചൊല്ലാവൂ. ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആ മന്ത്രം മാത്രമേ ചൊല്ലാവൂ. പറയൂ, ഉറക്കെ പറയൂ. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലേ? അതേമാതിരി പറയൂ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. പ്രഹ്ലാദ, നീ ധിക്കരിക്കുകയാണോ? ഗുരുക്കന്മാരെ ധിക്കരിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചെന്നെല്ലാം മറന്നുപോയോ? ഗുരുകുലത്തിലെ ചിട്ടകളെല്ലാം മറന്നുപോയോ? ത്രിലോകങ്ങളുടെ നാഥനായ ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ നാമമാണ് ജപിക്കേണ്ടത്. പറയൂ. ഓം ഹിരണ്യായ നമഃ. ഞാൻ സാക്ഷാൽ ഭഗവാന്റെ നാമമല്ലേ ചൊല്ലുന്നത്.
സർവചരാചരങ്ങളുടെയും നാഥനായ ഭഗവാൻ ശ്രീ നാരായണനാണ്. അതിനാൽ ഞാൻ നാരായണ നാമമല്ലേ ചൊല്ലേണ്ടത്? പ്രഹ്ലാദ, ഇതുമാതിരി ഒരു വിദ്യാർത്ഥി നമ്മുടെ ഗുരുകുലത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങള് പോയിട്ട് വരുന്നതിനുള്ളിൽ തീർച്ചയായിട്ടും ഹിരണ്യായ മന്ത്രം ചൊല്ലിയിരിക്കും. ഹിരണ്യായ മന്ത്രം ചൊല്ലാതെ ഗുരുകുലത്തിൽ പോകാൻ പറ്റില്ല. ഹിരണ്യായ മന്ത്രം ചൊല്ലിയേ പറ്റൂ. പ്രഹ്ലാദ എങ്ങനെയും പഠിച്ചെടുക്കും. ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും സംശയമന്ത്രം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും മറ്റു കുട്ടികളോട് ചേർന്നിട്ട് ഹിരണ്യായ മന്ത്രം പഠിച്ചോ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. സർവചരാചരങ്ങളുടെയും നാഥനായ സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ഭഗവാൻ വിഷ്ണുവാണ് ശരിയായ ഈശ്വരൻ. അതിനാൽ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ നാമമല്ലേ നമ്മൾ ചൊല്ലേണ്ടത്? കാരുണ്യവാനായ ഭഗവാന്റെ നാമം ചൊല്ലുകയും ഓം നാരായണായ നമഃ. ഓം നാരായണായ നമഃ. ഉറക്കെ ചൊല്ലണം നിങ്ങളും. പ്രഹ്ലാദ, പഠിപ്പിച്ചെന്നല്ല മറന്നു പോയിരിക്കുന്നല്ലോ. ഓം ഹിരണ്യായ നമഃ എന്നല്ലേ പഠിപ്പിച്ചെന്നുള്ളത്? ത്രിലോകങ്ങളുടെ നാഥനായ ഭഗവാൻ ഹിരണ്യകശിപു നാമം മറന്നുപോയോ? പ്രഹ്ലാദ, ഞങ്ങൾ പോയ വഴിക്ക് അവരെല്ലാം ഹിരണ്യായ മന്ത്രം ചൊല്ലുന്ന പോലെ നാരായണ മന്ത്രമാണല്ലോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഹിരണ്യായ മന്ത്രമല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ട കുട്ടികൾക്ക്. പറയൂ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ നമഃ. അമർക്ക, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പ്രഹ്ലാദൻ ഹിരണ്യായ മന്ത്രം പഠിക്കുന്നില്ല. നമുക്ക് പോയി മഹാരാജനോട് പറഞ്ഞാലോ? മഹാരാജൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രളയം നമുക്ക് രാജകോപം ഉണ്ടാവും. മഹാരാജൻ നമ്മളിനെ വധിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തരംഗലിടുകയോ ചെയ്യും. കടുത്ത കോപമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പ്രഹ്ലാദന് ഹിരണ്യ മന്ത്രം ചൊല്ലിട്ട് പറയിപ്പിച്ചിട്ട് കൊണ്ടുപോകാം. പറയൂ. ഓം ഹിരണ്യായ നമഃ. ഓം നാരായണായ